സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം ഉമ്മാന്റെ അടുക്കൽ കൊണ്ടുപോകും. വെള്ളം കൊണ്ടുപോയി മാതാവിന്റെ അടുക്കൽ കൊടുത്തിട്ട് പറയും കുടിക്കാൻ. മാതാവ് പറയുന്നു, നീ മതം മാറാതെ ഞാൻ കുടിക്കില്ല. വാശിയാണ്, ഉമ്മയ്ക്ക് വല്ലാത്ത വാശിയാണ്. പടച്ചവനെ, സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. ഉമ്മ പടച്ചവനെ പട്ടിണി കിടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പടച്ച റബ്ബേ, ഉമ്മാടെ ശരീരം വല്ലാതെ തളരുകയാണ്. ഉമ്മ വാശിയിലാണ്, വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, പട്ടിണി കിടക്കുകയാ. അവസാനം ഭക്ഷണവുമായി എടുത്തു ചെന്നിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഭക്ഷണം കഴിക്കൂ. വല്ലാത്ത സ്നേഹമാണ് ഉമ്മയോട്, വല്ലാത്ത സ്നേഹമാണ്. ഉമ്മയ്ക്കും മകനോട് വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് ഉമ്മാന്റെ അടുക്കൽ ചെന്ന് വെള്ളം കൊടുക്കുമ്പോ, ഭക്ഷണം കൊടുക്കുമ്പോ മാതാവ് പറയുന്നു, മതം മാറാതെ ഞാനിത് കഴിക്കൂല, ഞാനിത് കുടിക്കൂല. ഉമ്മ വാശികളവുമ്മ, ഞാൻ എന്തായാലും മതം മാറൂല. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ ഉമ്മ പറയുകയാണ്, എങ്കിൽ ഞാൻ ഇവിടെ പട്ടിണി കിടന്നു മരിക്കുമടാ, ഞാൻ ഇവിടെ കിടന്നു പട്ടിണി കിടന്നു മരിക്കും. നാട്ടുകാര് മുഴുവനും നിന്നെ മരിക്കുന്ന കാലം വരെ പറയും, നീ ഉമ്മാനെ കൊന്നവനാണെന്ന്, നീ ഉമ്മയെ കൊന്നവനാണെന്ന്. മരിക്കുന്ന കാലം വരെ സഅദേ, നാട്ടുകാര് നിന്നെ കുറിച്ച് പറയും സഅദേ, നാട്ടുകാര് നിന്നെ കുറിച്ച് പറയും സഅദേ. എന്റെ പ്രിയപ്പെട്ടവരെ, സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പറഞ്ഞു, നബിയേ, ഉമ്മ സത്യാഗ്രഹം നടത്തുകയാണ്, ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഉമ്മ വല്ലാത്ത വാശിയിലാണ്. നബി തങ്ങൾ പറഞ്ഞു ക്ഷമിക്കാറ്, അള്ളാന്റെ റസൂല് പറഞ്ഞു ക്ഷമിക്കാൻ. പടച്ചവനെ എന്തെല്ലാം ചെയ്തു നോക്കിയിട്ടും തന്റെ മാതാവിന്റെ വാശി കൂടുകയാ, കുറയുന്നില്ല. പടച്ച റബ്ബേ, കുടുംബക്കാര് വന്നിട്ട് പറയുന്നു, സഅദേ, നിന്റെ ഉമ്മ മരിക്കാ പോവുകയാ, പട്ടിണി കിടന്ന് വെള്ളം കുടിക്കാതെ കിടന്ന് നിന്റെ ഉമ്മ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ഒന്ന് പോയി നോക്ക് സഅദേ, ഒന്ന് പോയി നോക്ക് സഅദേ. പടച്ചവനെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ മാതാവിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. തളർന്നു കിടക്കുകയാണ്, ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ദിവസങ്ങളായി. മാതാവ് വല്ലാത്തൊരവസ്ഥയിൽ, ശരീരം തളർന്ന് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുമ്പോ അടുത്തേക്ക് ചെന്നിട്ട് നിറകണ്ണുകളോട് കണ്ണ് നിറയുകയാണ്. ഉമ്മാന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നു, ഉമ്മ ഈ വെള്ളം കുടിക്കുമ്മ, ഈ ഭക്ഷണം കഴിക്കുമ്മ, വാശി കാണിക്കല്ലേ ഉമ്മ. ഇല്ലടാ സഅദ്, നീ മതം മാറാകാതെ ഞാൻ കുടിക്കില്ല, നീ മതം മാറാതെ ഞാൻ കഴിക്കില്ലോ, ഞാൻ പട്ടിണി കിടന്നു മരിക്കുമടാ സഅദ്. സ്വന്തം മാതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനോട് പറയുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? തന്റെ ഉമ്മയാണ് മുമ്പിൽ കിടക്കുന്നത്, തന്റെ ഉമ്മയാണ് ദീനിന് അതാ അവിടുന്ന് കണ്ടീഷൻ പറയുന്നത്. അള്ളാഹുവിന്റെ ദീൻ ഉപേക്ഷിക്കാൻ പറയുന്നത്. ഗർഭം ചുമന്ന് 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച മാതാവ് പട്ടിണി കിടന്നിട്ട് അവിടുന്ന് തന്റെ പൊന്നാര മകനെ സമ്മർദ്ദത്തിലാക്കിയിട്ട്, നീ മതം മാറിയില്ലെങ്കിലോ ഞാൻ ഇവിടെ കിടന്നു പട്ടിണി കിടന്നു മരിക്കുമടാ സഅദ്. നാട്ടുകാര് മുഴുവനും നിന്നെ ഉമ്മാനെ കൊന്നവനാണെന്ന് വിളിക്കുമടാ. സർവസമ്മർദ്ദങ്ങളും കൊണ്ടുവരികയാണ്. ആ സമയത്താണ് സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ മാതാവിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മാ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ ഉമ്മാ, എനിക്ക് നിങ്ങളെ ജീവനാ ഉമ്മാ, നിങ്ങൾക്കും എന്നെ വല്ലാത്ത ഇഷ്ടമാ. എനിക്കറിയാമുമ്മ, എനിക്കറിയാമുമ്മ.
സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മാതാവിനോട് പറയുകയാ, എന്നാ നിങ്ങളെക്കാളും എനിക്കിഷ്ടമാരെയെന്നറിയോ? അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയുമാണുമ്മ. എനിക്ക് നിങ്ങളെക്കാൾ ഇഷ്ടം അല്ലാഹുവിനെയാ, അവന്റെ മുത്തുനബിയാണ്, പരിശുദ്ധമായ ദീനിനെയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് തന്റെ ഉമ്മയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു 1000 ജന്മം നൽകി, 1000 ജന്മത്തിലും ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചു, ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചു. ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ ഇതുപോലെ 1000 പ്രാവശ്യം നിങ്ങൾ പട്ടിണി കിടന്ന് എന്റെ മുമ്പിൽ കിടന്നും മരിച്ചാൽ ഞാൻ അല്ലാഹുവിന്റെ ദീന് വലിച്ചെറിയില്ല ഉമ്മ. എനിക്ക് അല്ലാഹുവാണ് വലുത്, എനിക്ക് അല്ലയാ വലുത്, മുത്തുനബിയാണ് വലുത്, അല്ലാഹുവിന്റെ ദീനാണ് വലുത്. നിങ്ങളെത്ര വാശി പിടിച്ചാലും ഞാൻ മതം മാറൂല, നിങ്ങളെത്ര വാശി പിടിച്ചാലും ഞാൻ മതം മാറൂല. തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുഖത്ത് നോക്കി പറയുമ്പോ ആ ചെറുപ്പക്കാരന്റെ മനസ്സങ്ങ് വേദനിക്കുമ്പോ ഖുർആനിൽ ആയത്തിറങ്ങുകയാ, വവസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമൽതുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ ഇവിടെ ആയത്തിറങ്ങുകയാ. അല്ലാഹു പറയുകയാ, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിഹി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ മാതാപിതാക്കളും മറ്റൊരു മതവിശ്വാസിയാണെങ്കിലും നീ അവരെ ആദരിക്കണം, നീ അവരെ ബഹുമാനിക്കണം, നീ അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി നീ ഖിദ്മത്ത് ചെയ്യണം, നീ അവരെ വേദനിപ്പിക്കാൻ പാടില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉമ്മ പറഞ്ഞാൽ അനുസരിക്കണം, വാപ്പ പറഞ്ഞാൽ അനുസരിക്കണം. അവർക്ക് സ്ഥാനമുണ്ടോ, അവർക്ക് ബഹുമാനമുണ്ടോ, എല്ലാം അവർക്ക് കൊടുക്കണം സഹോദരാ. പക്ഷേ അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് വാപ്പയാ, പറയുന്നത് ഉമ്മയാ. അനുസരിക്കണ്ടടാ ചെറുപ്പക്കാരാ, അനുസരിക്കണ്ട പെങ്ങളോ. ഇന്ന് ഞാനൊരു പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാ. ഇന്ന് നിക്കാഹൊക്കെ ഇല്ലടോ, ഇന്ന് നിക്കാഹിന് വലിയ വലിയ സ്ഥാനം കൊടുക്കാത്ത ഒരു കാലമാണ്. പടച്ചവനെ, നിക്കാഹ് കഴിഞ്ഞിട്ടാണ് ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത്, ഒരു പെണ്ണിന്റെ അടുക്കൽ പോകുന്നത്. എന്നാ ഇന്ന് നിക്കാഹൊക്കെ നടക്കുന്നതിന് മുമ്പ് വീടുകളിൽ വലിയ വലിയ ഫംഗ്ഷനുകളാണ്. അങ്ങനെ നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ഒരുമിച്ച് കൂടുമല്ലോ. ഇന്ന് ഓഡിറ്റോറിയങ്ങളും വലിയ പന്തലുകളൊക്കെയാണ്. പടച്ചവനെ, അതാ പുതിയ പട നിക്കാഹ് കഴിക്കാൻ വന്നവനല്ല, അവന് പടച്ചവര് കല്യാണം ഉറപ്പിക്കാൻ വന്നതാണ്, മൈലാഞ്ചിക്ക് വന്നതാണ്, സ്വർണ്ണമിടാൻ വന്നതാണ്. അങ്ങനെ എല്ലാവരും നിൽക്കുമ്പോ അതാ പുതിയ പെണ്ണ് അതാ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് നിൽക്കുകയാണ്. ഈ പയ്യനെയും പെണ്ണിനെയും ചേർത്ത് നിർത്തുകയാ. എന്നിട്ട് നിന്റെ വാപ്പ പറയും, അടുത്തു നിന്ന് ഫോട്ടോ എടുക്കൂ. നിന്റെ ഉമ്മ പറയുകയാണ്, ഈ കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ, അവന്റെ അടുക്കലൊന്ന് കേറി നിൽക്കാൻ. ആ സമയത്ത് പറയണമുമ്മ, ഇത് വ്യഭിചാരമാ, ഇവൻ അന്യ പുരുഷനാണ്, ഇവൻ എന്നെ നിക്കാഹ് കഴിച്ചാലേ ഇവന്റെ ഭാര്യയാകൂ, എന്റെ ഭർത്താവാകൂ. അതുവരെ ഇവൻ എനിക്ക് അന്യ പുരുഷനാണ്, ഇവന്റെ അടുക്കൽ കേറി നിൽക്കല് പാവമാണ്. ഉമ്മയാണ് പറയുന്നതെങ്കിലും അനുസരിക്കല്ലേ മക്കള്. എടാ ചെറുപ്പക്കാരാ, എടാ ഒരു അന്യ പെണ്ണിന്റെ കൂടെ കേറിയിരിക്കാൻ വാപ്പ പറഞ്ഞാലും അനുസരിക്കരുത്, ഉമ്മ പറഞ്ഞാലും അനുസരിക്കരുത്. അത് ചെയ്യാത്തതിന്റെ പേരിൽ അല്ലാഹു നിന്നെ നരകത്തിലിടൂല. കാരണം അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യം നിന്റെ വാപ്പയാണ് പറയുന്നതെങ്കിലും നിന്റെ ഉമ്മയാണ് പറയുന്നതെങ്കിലും അനുസരിക്കേണ്ട ചെറുപ്പക്കാരാ. സഅദ് ഇബ്നു
റളിയല്ലാഹു തആല അൻഹു മാതാവ് പട്ടിണി കിടക്കുകയാ. നീ മതം മാറാതെ, ഇസ്ലാം മതം വലിച്ചെറിയാതെ, നിന്റെ ഉമ്മ വെള്ളം കുടിക്കൂല, നിന്റെ ഉമ്മ ഭക്ഷണം കഴിക്കൂല, ഞാൻ ഇവിടെ കിടന്നു മരിക്കുമടോ. നാട്ടുകാര് മുഴുവനും നിന്നെ പറയും നീ ഉമ്മയെ കൊന്നവനാണെന്ന്. മതം മാറടാ. ഉമ്മ സർവാടവുകളും നോക്കിയടോ. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന ഈമാനുള്ള മകനുണ്ടല്ലോ, അവിടെന്ന് പറഞ്ഞു, ഉമ്മ ഒരിക്കലും ഞാൻ മതം മാറൂല. ഉമ്മ എവിടെന്ന് പരാജയപ്പെട്ടടോ. അതുകൊണ്ട് എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? നമ്മളും പഠിക്കേണ്ട കാര്യമാണ്. മാതാപിതാക്കള് വൃത്തികേടുകൾ ചെയ്യാൻ പറഞ്ഞ, ഞാൻ ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, നിന്റെ വാപ്പ കള്ള് കുടിക്കാൻ പറഞ്ഞ കുടിക്കുമോ? കഞ്ചാവടിക്കാൻ പറഞ്ഞ അടിക്കുമോ? പിന്നെ എന്തേ ചെറുപ്പക്കാരാ, എടാ മകർ കൊടുത്ത് വിവാഹം കഴിക്കാതെ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടാൻ പാടില്ലല്ലോ. എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, എടാ നിന്റെ പെങ്ങൾക്ക് ആരെങ്കിലും ലവ് ലെറ്റർ കൊടുത്താൽ, നിന്റെ സഹോദരിക്ക് ഏതെങ്കിലും ഒരുത്തന് കമൻസ് അടിച്ചാ, പെങ്ങള് വീട്ടിൽ വന്ന് പരാതി പറയുമ്പോ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് അവനെ നന്നാക്കാൻ പോകുമല്ലോ, അവനെ തല്ലാൻ പോകുമല്ലോ. നിന്റെ രക്തം തിളയ്ക്കുന്നില്ലേ? നാണമില്ലേടാ ചെറുപ്പക്കാരാ? 18 വയസ്സുള്ള നിന്റെ പെങ്ങള് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരുത്തന്റെ കൂടെ കേറി നിന്ന് ഫോട്ടോ എടുക്കാൻ പറയുമ്പോ എവിടെ പോയടാ ചെറുപ്പക്കാരാ നിന്റെ രക്തമൊക്കെ? അത് പാപമല്ലേടാ? അത് തെറ്റല്ലേടാ? നിനക്കെന്തേ പെങ്ങളോടുള്ള സ്നേഹം അവിടെ അങ്ങ് മാറിപ്പോയോ? എടാ തൊടണമെങ്കിലും എന്റെ പെങ്ങളെ കൂടെ നിർത്തണമെങ്കിലും ഹലാലായ രീതിയിൽ വിവാഹം കഴിക്കാതെ പറ്റൂല, ഫോട്ടോ എടുക്കാൻ പറ്റൂല. എന്തേ പറയാൻ ചങ്കൂറ്റമില്ലാതെ പോയത്? പറയണം ചെറുപ്പക്കാരാ, ആദർശം പണയം വെക്കരുത്, ആദർശം പണയം വെക്കരുത്. ഒരുത്തന്റെയും കാൽച്ചുവട്ടിൽ കൊണ്ട് പണയം വെക്കാനുള്ളതല്ല അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീന്. പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറയണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ആ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്നത് പോലും ചെയ്യരുതെന്നാണ്. വ്യഭിചരിക്കരുതെന്നല്ല, അതിലേക്ക് അടുക്കുന്ന കാര്യം പോലും ചെയ്യരുത്. കാണുന്നത് കണ്ണിന്റെ പാപമാ, കേൾക്കുന്നത് ചെവിയുടെ പാപമാ, തൊടുന്നത് കൈയുടെ പാപമാ, പറയുന്നത് നാവിന്റെ പാപമാ. എല്ലാം വ്യഭിചാരത്തിന്റെ ഓരോ ഭാഗങ്ങളാ. അതുകൊണ്ട് സൂക്ഷിക്കണേ. മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സമാധാനിപ്പിച്ച രണ്ടാമത്തെ അടിമയാരെന്നറിയോ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന സ്വഹാബിയ. ഇനി മൂന്നാമത്തെ അടിമയാരെന്നറിയോ? മൂന്നാമത്തെ അടിമ ഒരു പെണ്ണാണ്. പെങ്ങളെ ഒന്ന് സങ്കടപ്പെട്ടപ്പോ വീടിന്റെ അകത്ത് കിടന്നിട്ട് താങ്ങാൻ കഴിയാതെ സങ്കടം കൊണ്ട് കരഞ്ഞപ്പോ അല്ലാഹു സമാധാനിപ്പിച്ച മൂന്നാമത്തെ അടിമ ഒരു പെണ്ണാണ്. ആ പെണ്ണാരെന്നറിയോ? മഹദിയായ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. ആയിഷയൊന്ന് കരഞ്ഞപ്പോ, ആയിഷയൊന്ന് സങ്കടപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് അതാ ഖുർആനിന്റെ ആയത്തിറങ്ങുകയാണ്. ആയിഷാനെ സമാധാനിപ്പിക്കുകയാ. ആയിഷാനെ അല്ലാഹു സമാധാനിപ്പിക്കുകയാ. എപ്പോഴാണ് സമാധാനിപ്പിച്ചതെന്നറിയോ? ബനൂ മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞു മടങ്ങുകയാണ്. നബിതങ്ങളും സ്വഹാബത്തും അവിടെ നിന്ന് യുദ്ധം കഴിഞ്ഞു മടങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അതാ യാത്രയാണല്ലോ, മലമൂത്ര വിസർജനം നടത്തണമല്ലോ. അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങിപ്പോയി. പടച്ചവനെ, ആയിഷ മടങ്ങി വന്നു. തന്റെ വാഹനത്തിലേക്ക് കയറുകയാണ്, ഒട്ടകക്കട്ടിലേക്ക് കയറുകയാണ്. ആയിഷ
കയറുന്നത് എല്ലാവരും കണ്ടു. അങ്ങനെ പിന്നെ ആണുങ്ങൾ മുഴുവനും കടന്നുപോയി. എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നുപോയി. കുറച്ച് കഴിയുമ്പോഴാണ് ആയിഷയ്ക്ക് മനസ്സിലാകുന്നത് തന്റെ കഴുത്തിൽ കടന്ന മാല കാണുന്നില്ല. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി ആ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന്. ആ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന്. ആയിഷ ബീബി വെളിയിലേക്ക് നോക്കി. അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. സഹാബാക്കൾ ആരെയും കാണുന്നില്ല. ഒന്ന് പറയാമെന്ന് പറഞ്ഞു നോക്കുമ്പോ ഒരാളെയും കാണുന്നില്ല. ആയിഷ ബീബി ചിന്തിച്ചു, പടച്ചവനെ ഓടിച്ചെന്നെടുത്തുകൊണ്ടുവരാ. ആരോടും പറയാതെ ആയിഷ ഉമ്മ ഇറങ്ങി പോവുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലതരം ഇറങ്ങിപ്പോയി. ഒരാളും ആയിഷാനെ കണ്ടില്ല. എല്ലാവരും തിരിച്ചു വന്നു. ആയിഷ കേറിയത് കണ്ടതാണല്ലോ. അതുകൊണ്ട് ഒട്ടകക്കട്ടിലെടുത്ത് മുകളിൽ വെച്ചു. ഭാരമില്ലാത്തത് കാരണം ആയിഷയ്ക്ക് വലിയ തടിയില്ലായിരുന്നു, മെലിഞ്ഞ ശരീരമാണ്. അതുകൊണ്ട് ഇല്ലാത്തത് അവരറിഞ്ഞില്ല. അങ്ങനെ എല്ലാവരും യാത്ര തുടരുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മടങ്ങി വന്നപ്പോ അല്ലാഹുവേ, നബി തങ്ങളും സ്വഹാബത്തും പോയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ആരാരുമില്ലാത്ത വഴിയോരത്ത് ആയിഷ എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി ഇരുന്ന് കരയുകയാണ്. പടച്ചവനെ, എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് കരയുമ്പോ സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി ഒറ്റയ്ക്ക് വരികയാണ്. കാരണം നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ ഏറ്റവും പുറകിൽ വരുന്ന സ്വഹാബിയാണ്. പടച്ചവനെ, സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ വഴിയോരത്തൊരു ഹിജാബിട്ട പെണ്ണിരുന്ന് കരയുകയാണ്. ഒറ്റയ്ക്കൊരു പെണ്ണിരുന്ന് കരയുകയാണ്. ആരാണെന്നറിയില്ല. സഫ്വാൻ തങ്ങൾ ചോദിക്കുന്നു, ആരാ ഈ വഴിയോരത്തിരുന്ന് കരയുന്നതാരാ? ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാണ്. സഫ്വാൻ ആയിഷ ബീബിയുടെ ശബ്ദമറിയാ. ആയിഷയാണെന്ന് പറയുമ്പോ ഇന്നാ ലില്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷയോ അവിടുന്ന് ചാടി ഇറങ്ങുകയാണ്. കേറുമ്മ, ഈ വാഹനത്തിലേക്ക് കേറുമ്മ, ഇവിടെ ഇരുന്ന് കരയല്ലേ ഉമ്മ. ഈ സഫ്വാൻ നടക്കാമുമ്മ. ഉമ്മ വാഹനത്തിന്റെ മുകളിലേക്ക് കയറൂ. ഞാൻ കയറ് പിടിച്ച് നടക്കാമുമ്മ, വേറെ വഴിയില്ലല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിന്റെ മുകളിൽ കയറുകയാണ്. നബി തങ്ങളും സ്വഹാബത്തും രാത്രിയിൽ ഒരുപാട് സഞ്ചരിച്ചു. ഒരുപാട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആയിഷയില്ലെന്ന് മനസ്സിലാകുന്നത്. വലിയ വിഷയമായടോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബിയെ കാണുന്നില്ല. എല്ലാവരും വല്ലാത്ത പ്രശ്നത്തിലായി. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ അതാ വരുന്നു ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ രണ്ടുപേരും കൂടെ ഒരു രാത്രി മുഴുവനും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വരികയാണ്. റബ്ബേ, നബി തങ്ങളുടെ മുമ്പിൽ വന്നു. ആയിഷ നടന്ന കാര്യങ്ങൾ മുഴുവനും വിശദീകരിച്ചു കൊടുത്തു. നബി തങ്ങൾക്ക് സമാധാനമായി, ആയിഷ ബീവിക്ക് സമാധാനമായി. പക്ഷേ അല്ലാഹുവേ, മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരുത്തനാ കൂട്ടത്തിലുണ്ട്. അവന് മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല, നബിതങ്ങളെ ഇഷ്ടമല്ല, നബിതങ്ങളുടെ ഭാര്യമാരെ ഇഷ്ടമല്ല. അവൻ മുസ്ലിം പേരുകൊണ്ട് മാത്രം മുസ്ലിമായവനാണ്. അവൻ പറയുന്ന രണ്ടുപേരും കൂടെ ഒരു രാത്രി മുഴുവനും സഞ്ചരിച്ച് വന്നതാണല്ലോ. എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും.
ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തി പെങ്ങള്. കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാ. കേട്ടവർ വിശ്വസിക്കുകയാ. കാരണം പറഞ്ഞത് നബി തങ്ങളുടെ കൂടെ പോയവരാണ്. തെളിവുകൾ മുഴുവനും ആയിഷയ്ക്ക് എതിരായിരുന്നു. തെളിവുകൾ മുഴുവനും ആയിഷയ്ക്ക് എതിരായിരുന്നു. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. അല്ലാഹുവിന്റെ റസൂലിന് സഹിക്കാൻ കഴിഞ്ഞില്ലടോ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അള്ളാന്റെ റസൂലിന് സഹിക്കാൻ പറ്റിയില്ല. നബി തങ്ങളുടെ പള്ളിയുടെ മിഹ്റാബിലേക്ക് കയറുകയാ. സ്വന്തം ഭാര്യയെ കുറിച്ച് നാട്ടുകാർ അപവാദം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഭർത്താവ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് നബി തങ്ങൾ വിളിച്ചു, യാ അയ്യുഹന്നാസ്, സഹാബത്തേ, നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നു സ്വഹാബ. എന്റെ ആയിഷയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് സഹാബ. പക്ഷേ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അള്ളാന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയോ? ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. ഇതാണോ ഭർത്താവെന്ന് പറഞ്ഞാൽ, ഇതാണ് ഭർത്താവെന്ന് പറഞ്ഞാൽ. ഇന്നലെ വരെ കൂടെ കിടന്നവളെ കുറിച്ച് അപവാദം പറഞ്ഞപ്പോ വാരിക്കെട്ടി പോകാനല്ല പറഞ്ഞത്, സങ്കടപ്പെടുത്താനല്ല നോക്കിയത്. നബി തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? ലാകിൻ വല്ലാഹ്, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാ, എന്റെ ആയിഷ എനിക്ക് വിശ്വാസമാണ്. കാരണം ഇന്നലെ വരെ അവൾ എന്റെ കൂടെ കിടന്നവളാണ്. അവിടെ നിന്ന് പറയുന്നു, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. നല്ലതല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്റെ ആയിഷ നിരപരാധിയാണ്, എന്റെ ആയിഷ നിരപരാധിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്, അല്ലാഹു തീരുമാനിക്കട്ടെ. ആയിഷയുടെ കാര്യം അല്ലാഹു തന്നെ തീരുമാനിക്കട്ടെ. ആയിഷ ബീവി വീടിന്റെ അകത്ത് കിടക്കുകയാണ്. പനി പിടിച്ചടോ. ഒരാഴ്ചയോളം ആയിഷ സുഖമില്ലാതെ കിടന്നു. പുറത്തു നടക്കുന്ന കാര്യങ്ങളൊന്നും ആയിഷ അറിയുന്നില്ല. അവസാനം ആയിഷ ബീവി റളിയല്ലാഹു തആല നബി തങ്ങളുടെ സങ്കടം കണ്ടപ്പോ അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ എൻ്റെ ഉമ്മാന്റെ അടുക്കൽ പോകട്ടെ നബിയേ? ഞാൻ എൻ്റെ ഉമ്മാടെ അടുക്കലൊന്ന് പോയി നിൽക്കട്ടെ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ തങ്ങളെ വിളിക്കുകയാണ്. ആയിഷ ബീവിയെ പറഞ്ഞു വിടുകയാണ്. ആയിഷ ബീവി വീട്ടിൽ ചെല്ലുമ്പോഴാണ് കഥകൾ അറിയുന്നത്. സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന രീതിയിലുള്ള തിരക്കഥയാ പെങ്ങള്. അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. നമ്മളാരും മനസ്സിൽ പോലും കരുതാത്ത കഥകളാണ് പടച്ചവന് ഇന്നടിച്ചിറക്കുന്നത്. ഓരോ പെണ്ണും അവരുടെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് പറയുകയാണ്, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തകർന്നു പോയി. ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. ആയിഷ പട്ടിണി കിടക്കുകയാണ്, ആയിഷ പട്ടിണി കിടക്കുകയാണ്. വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ പൊന്നുമോൾ അനങ്ങാതെ കിടക്കുകയാ. എന്റെ പൊന്നുമോൾ അനങ്ങാതെ കിടക്കുകയാ, അനക്കമില്ല. എന്റെ പൊന്നുമോളും മരിച്ചുപോയോ അല്ലാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ പൊന്നുമോളും മരിച്ചുപോയോ? അബൂബക്കർ തങ്ങൾ തെന്നിട്ട് കാലിൽ ഇങ്ങനെ തട്ടി നോക്കും ജീവനുണ്ടോ എന്ന്. ആയിഷയുടെ കാലിൽ ഇങ്ങനെ തട്ടി നോക്കും. തന്റെ പൊന്നുമോൾ അനങ്ങുമ്പോഴാ സമാധാനം വരുന്നത്. അതുപോലെ ആയിഷ കരഞ്ഞു പെങ്ങള്, അതുപോലെ ആയിഷ സങ്കടപ്പെട്ടു പെങ്ങള്. പക്ഷേ പതറിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. അതാ വരുന്നു മുഖറബുൽ അംലാക്കും മലക്കു ജിബ്രീൽ.
ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി ആയിഷ ബീബി നിരപരാധിയാ, ആയിഷ ബീബി നിരപരാധിയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അവിടെ ആയത്തിറങ്ങി എന്ന് ചരിത്രം പറയുമ്പോ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണോ? ഒരു വാർത്ത കേട്ടാ അതിന്റെ സത്യാവസ്ഥ ആരും തിരയാറില്ല. എല്ലാവരും ഷെയർ ചെയ്യുകയാ, എല്ലാവരും അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുകയാണ്. സത്യമാണോ കള്ളമാണോ ആരും തിരക്കാറില്ല. എന്നാൽ ഒരു മുസ്ലിമിന്റെ നിലപാടെന്താ? ഒരു മുസ്ലിമിന്റെ നിലപാടെന്താ? നീ ആരുടെ കൂടെയാ നിൽക്കേണ്ടതെന്നറിയോ? അല്ലാഹുവേ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടന്നപ്പോ മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം രാത്രി തന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ ഭാര്യ ചോദിക്കുകയാ, ഭർത്താവിനോട് ഭാര്യ ചോദിച്ചു, ആയിഷ ബീവിയെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ പറയുന്നല്ലോ, ആയിഷാനെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത പറയുന്നല്ലോ, അള്ളാന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ചല്ലേ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. ഒരു നാട് മുഴുവനും ആയിഷയെ കുറ്റം പറയുമ്പോ, ഒരു നാട് മുഴുവനും ആയിഷാനെ കുറിച്ച് അപവാദം പറയുമ്പോ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആയിഷ തെറ്റു ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ സ്വഹാബിയുടെ മറുപടി എന്തെന്നറിയോ? ആ സ്വഹാബിയുടെ മറുപടി എന്തെന്നറിയുമോ? പെണ്ണേ, ആയിഷയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ? അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല രാത്രി വീട്ടിൽ കയറി ചെന്നു. അപ്പൊ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു, ആയിഷ ബീബി റളിയല്ലാഹു തആലയെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ കേൾക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചോ? അപ്പൊ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, അതവിടെ നിൽക്കട്ടെ, ആയിഷയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ? ആയിഷ ബീവിയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ ഭാര്യ പറയാ, ഞാനോ ഒരിക്കലും, വല്ലാഹി ഞാൻ ചെയ്യൂല. ആയിഷയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വല്ലാഹി സത്യം ഞാൻ വ്യഭിചരിക്കൂല. മഅദല്ലാ, അല്ലാഹു കാക്കട്ടെ, ഞാൻ ഒരിക്കലും വ്യഭിചരിക്കൂല. അപ്പൊ അബൂ അയ്യൂബുൽ അൻസാരി തങ്ങൾ ചോദിച്ചു, നീ വ്യഭിചരിക്കത്തില്ലെങ്കിൽ പിന്നെ ആയിഷ എങ്ങനെ ചെയ്യും? നീ വ്യഭിചരിക്കത്തില്ലെങ്കിൽ നിന്നെക്കാല് എത്രയോ ഹൈറായവളാ ആയിഷ. ഈ ആയിഷ ബീവിയെ വിവാഹം കഴിക്കാൻ പറഞ്ഞതുപോലെ അള്ളയല്ലേ. അപ്പൊ നീ ചെയ്യത്തില്ലെങ്കിൽ പിന്നെ ആയിഷ എങ്ങനെ ചെയ്യും? നിന്നെക്കാല് എത്രയോ ഹൈറായവളാണ് ആയിഷ. ആയിഷ ഒരിക്കലും വ്യഭിചരിക്കില്ല. ആ സ്വഹാബിയുടെ നിലപാടത. ഇവിടെ ഒരു വാർത്ത കേട്ടാൽ അങ്ങനെ ആയിരിക്കണം. ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോൾ നീ എപ്പോഴും നല്ലത് ചിന്തിക്ക്. അബദ്ധം പറ്റിയതായിരിക്കും, അല്ലെങ്കിൽ അത് ചുമ്മാതെ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയായിരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നല്ലതേ ചിന്തിക്കാവൂ. നമ്മളൊരു കഥ അങ്ങോട്ട് എഴുതും, ആമിനയോട് പറയും, ആമിന ആയിഷയോട് പറയും, ആയിഷ നഫീസയോട് പറയും. പിന്നെ പടച്ചവനെ നമ്മൾ തന്നെ കേൾക്കുമ്പോൾ കണ്ണു തള്ളിപ്പോവും. സിനിമാ തിരക്കഥകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള കഥകളാ പിന്നെ അങ്ങോട്ട് ഓരോരുത്തരും അവരുടെ കയ്യിൽ നിന്ന് ബറക്കത്തിനൊന്നിടും. അതാ മിസിൽ സാബാബ് വാങ്ങിക്കൂട്ടുന്നത് അവിടെയാ. ഓരോരുത്തരും അവരുടെ കയ്യിൽ നിന്ന് അല്പം ഇടുക. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഈ അപവാദമുണ്ടായ സമയത്ത് ആ സഹാബിയുടെ നിലപാടിനെ കുറിച്ച് ഖുർആൻ പറയുക, ലൗലാ ഇദ് സമിഅ്തുമൂഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബിഅൻഫുസിഹിം ഖൈറാ. ഖുർആൻ പറഞ്ഞതാ. ഇവിടെ നമ്മളെപ്പോഴും നന്മയുടെ ഭാഗത്തായിരിക്കണം. നല്ലത് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ആവശ്യമില്ലാത്തതൊക്കെ കള. എന്തിനാ അതൊക്കെ? എടോ, അവൻ തെറ്റ് ചെയ്തെങ്കിൽ അവനും അള്ളാഹുവും തമ്മിൽ തീർക്കും. നിനക്കെന്താ കാര്യം? നീ ഒരു തെറ്റ് ചെയ്താൽ നീ അള്ളാഹുവിൻ്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു മടങ്ങി അള്ളാഹു നിനക്ക് പുറത്തു തരും. എനിക്കിങ്ങനെ പുറത്തു തരിക? ഞാൻ നിന്നെ നാണം കെടുത്തി. ഒരു മനുഷ്യൻ്റെ ഇസ്സത്തിൻ്റെ വില എന്തെന്നറിയോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ മുമ്പിൽ ചെന്നു. അള്ളാഹു ആ കഅബാലയം ചെന്ന് സിയാറത്ത് ചെയ്യാനും ആ കഅബയുടെ മുമ്പിൽ നിന്ന് നിസ്കരിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിർത്താറായോ?
നിങ്ങളുടെ ഇരുത്തം കണ്ടിട്ട് എനിക്ക് മടുത്തു തുടങ്ങിയെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തിയേക്കാം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പരിശുദ്ധമായ കഅബ, ഹജറുൽ അസ്വദ് കൊണ്ട് അലങ്കരിച്ച കഅബ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്കെന്ത് സുഗന്ധമാ, എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുന്നു, കാണാനും തൊടാനും ഒക്കെ എല്ലാവർക്കും നിന്നെ വലിയ ബഹുമാനം. സ്വർഗത്തിൽ നിന്നുകൊണ്ടുവന്ന കല്ലുകൊണ്ടാണ് അള്ളാഹു നിന്നെ അലങ്കരിച്ചിരിക്കുന്നത്. വല്ലാത്ത മഹത്വം, വല്ലാത്ത സുഗന്ധം. അങ്ങനെ കഅബാലയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നബിതങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയോട് പറഞ്ഞു, കഅബേ, നിന്നെക്കാളും സ്ഥാനമുണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ്റെ ഇസ്സത്തിനെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒരു മനുഷ്യൻ്റെ ഇസ്സത്തിന് ആ കഅബാലയത്തിനെക്കാളും മഹത്വമുണ്ട് അള്ളാഹുടെ മുമ്പിൽ. അതുകൊണ്ടാ സഹോദര, പറയുമ്പോഴും നോക്കിയും കണ്ടും പറയണം. എടാ, നിങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടി ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി, തിരുവനന്തപുരത്ത് കിടക്കണ വരെ ഫോട്ടോ ഉൾപ്പെടെ നിങ്ങൾ അയച്ചു കൊടുക്കും, ഇവള് പോയെന്ന്. അവൾ പോയെങ്കിൽ പോട്ടെ, എനിക്കെന്താ. എടാ, ഇന്നത്തെ കാലത്ത് അന്ന് വലിയ കാര്യമൊന്നുമല്ലല്ലോ. ഒരു അമുസ്ലിമായ ഒരു പയ്യൻ്റെ കൂടെ ഇപ്പോൾ ഒളിച്ചോട്ടൊന്നും വലിയ കാര്യമൊന്നുമല്ല. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവൾ വിചാരിക്കണത് എൻ്റെ മോള് പോത്തില്ല ഉസ്താദെ, കാരണം മലക്കല്ലേ. എൻ്റെ മോള് പോവില്ല, അയൽവാസിയുടെ പോത്തുള്ളൂ. അതങ്ങനെ സ്വന്തം മക്കളുടെ തെറ്റാരും പറയും. നിൻ്റെ മകളുടെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയത്തില്ലല്ലോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പോട്ടെ, ഞാൻ എന്തിനാ വല്ലവരുടെ കാര്യം പറയണേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നാട്ടിലെ ഒരു പെണ്ണ് ഒളിച്ചോടി പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കുറ്റബോധം. അല്ല, ഞാൻ ചെയ്തത് പാവമായി പോയല്ലോ അല്ല, തെറ്റായി പോയല്ലോ അല്ല. അള്ളാഹുവേ, ചെയ്തു പോയി റബ്ബേ. ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ആ പെണ്ണ് തൗബ ചെയ്തു. അള്ളാഹുൾക്ക് പുറത്തു കൊടുക്കുമോ? നിങ്ങൾ എന്ത് മനുഷ്യന്മാരെ എങ്ങനെ ഇരിക്കണേ? അവൾ അള്ളാഹിനോട് തൗബ ചെയ്താൽ പുറത്തു കൊടുക്കൂലേ? കൊടുക്കുമോ ഇല്ലേ? അത് ഉറക്കപ്പറ, കൊടുക്കുമോ ഇല്ലേ? ആ പെണ്ണിനെ നാണം കെടുത്തിയ നീ അള്ളാഹുടെ മുമ്പിൽ തൗബ ചെയ്താൽ അള്ളാഹ് പുറത്തു തരുമോ? ഇല്ല. അതാ മനസ്സിലാക്കണ്ടേ. നീ മക്കത്ത് പോയിട്ട് ഹജറുൽ അസ്വദ്, അറബികളെ മൊത്തം ഇടിച്ച് കളഞ്ഞിട്ട് നീ ഹജറുൽ അസ്വദിനകത്ത് തലയിട്ട് മുത്തിയിട്ട് പറയാം, അല്ല ഞാൻ നാണം കെടുത്തി, അല്ല പുറത്തു തരണേ, അല്ല ഓർക്കുവോ? ഇല്ല. അവളുടെ വീട്ടിൽ ചെന്നിട്ട് നീ പൊരുത്തം ചോദിക്ക്. അവൾ പൊരുത്തം തന്നാലേ നീ രക്ഷപ്പെടൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പം അത് നിസാരമായ ഒരു പാവമല്ല. ഇങ്ങനെ ഇരുന്നിട്ട് തിന്നാൻ നല്ല രസമാണ്, ഇറച്ചിക്ക് വല്ലാത്ത ടേസ്റ്റാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ ബീബി റളിയല്ലാഹു തആല ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, ആ ഒരു ദിക്റാണ് ആ മഹദി. ആയിഷ ബീബി റളിയല്ലാഹു തആലയ്ക്ക് മനസ്സിന് ധൈര്യം കിട്ടാൻ പറഞ്ഞ ദിക്റതാ. ആയിഷയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോൾ അതാ ഖുർആനിൽ ആയത്തിറങ്ങി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാലാമത്തെ അടിമയാര ഉമ്മു മഖ്തൂം റളിയല്ലാഹു തആല അൻഹു. 2 കണ്ണും കാണാത്ത സഹാബിയ, 2 കണ്ണിനും ജന്മനാ കാഴ്ചയില്ല. ഈ ഉമ്മു മഖ്തൂം എന്ന് പറയുന്ന സഹാബി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. നബിതങ്ങളുടെ മുമ്പിലേക്ക് ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ഉമ്മു മഖ്തൂം റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അവിടെ നിന്ന് സലാം പറഞ്ഞുകൊണ്ട് നബിതങ്ങളോട് പറയുകയാ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മു മഖ്തൂം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിതങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക, യാ റസൂലല്ലാഹ് അല്ലിംനി മിമ്മാ അല്ലമക്കല്ലാഹ്. ഉമ്മു മഖ്തൂം റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, നബിയെ, എനിക്കൊരു അറിവ് പറഞ്ഞു തരണം, എനിക്കൊരു സംശയം തീർക്കണം, ഒരു മസല പറഞ്ഞു തരണം. നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് എനിക്കൊരു അറിവ് പറഞ്ഞു തരാൻ ചോദിച്ചു. സത്യം പറഞ്ഞ ആ സമയത്ത് നബിതങ്ങൾ ഖുറൈശികളുടെ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പള്ളിയിലെ ഉസ്താദ് ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികളായ ആൾക്കാരുടെ നേതാക്കന്മാരെ പള്ളിയിൽ വിളിച്ചിട്ട് ദീൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. ഇസ്ലാം എന്താണ്, അള്ളാഹ് എന്താണ്, മഹാന്മാരാരാണ്, അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നിങ്ങളുടെ നാട്ടിലെ ഒരു കാക്ക വന്നിട്ട്, ഉസ്താദേ, എനിക്കൊരു മസല ചോദിക്കണം എന്ന് ചോദിച്ചാൽ ഉസ്താദിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എടാ, ഈ ചങ്ങാതിക്ക് എപ്പോൾ വേണമെങ്കിലും മസല ചോദിക്കാം, ഇവന്മാരെ ഇപ്പം കിട്ടിയതല്ലേ ഉള്ളൂ. അത്രയും വലിയ ഒരു ചർച്ച ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികളുടെ നേതാക്കന്മാർക്ക് ദീൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട്, ഉസ്താദേ, എനിക്കൊന്ന് ബാത്റൂമിൽ കയറുന്ന ദുബാവൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ ഉസ്താദിന് പെട്ടെന്ന് മനസ്സിലൊരു അമർഷം തോന്നും. ഈ ഉമ്മു മഖ്തൂം എന്ന് പറയുന്ന കണ്ണ് കാണാത്ത സഹാബി
ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നാമതേ ഖുറൈശികൾ പറയുന്നത് മുഹമ്മദിൻ്റെ കൂടെ ഉള്ളതൊക്കെ അത്തപ്പാടികളാണ്, ഒന്നിനും കൊള്ളാത്ത ബലഹീനരാണെന്നൊരു പേര് ദോഷമുണ്ട്. അപ്പോൾ ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബി ഇങ്ങനെ ചോദിച്ചപ്പോൾ നബിതങ്ങളൊന്നും മിണ്ടിയില്ല. സഹാബി രണ്ടാമതും ചോദിക്കുന്നു, നബിയെ എനിക്കൊന്ന് ഇൽമു പറഞ്ഞാ നബിയെ. സത്യത്തിൽ ആ സഹാബിക്ക് അറിയില്ല നബിതങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാന്ന്, കണ്ണിന് കാഴ്ചയില്ല. പക്ഷേ അങ്ങനെ ചോദിച്ചപ്പോൾ നബിതങ്ങളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. എപ്പോഴാണോ പടച്ചൻ ഇതൊക്കെ? എപ്പോഴാണ് ഈ ചോദ്യം? ആ നബിതങ്ങളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. ഈ ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു മനസ്സൊന്ന് വേദനിച്ച്, എന്തേ അല്ലാ നബിതങ്ങൾ മറുപടിയൊന്നും പറയണില്ല, എന്ത് പറ്റി പടച്ചൻ എന്ന് ഇറങ്ങി അങ്ങ് പോയ സഹാബി. ആ സഹാബി അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരികയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് ഖുർആനിലെ 10 ആയത്തുകൾ ഓതി കൊടുക്കുകയാ. അബസ വതവല്ല അൻ ജാഅഹുൽ അമാ. അല്ലാഹുവേ, ഒരു കണ്ണ് കാണാത്ത ഒരു ബലഹീനനായ ഉമ്മ മക്തൂം എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവൻ നബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്നൊരു ദീനിനെ കുറിച്ചുള്ള ഒരു കാര്യം ചോദിച്ചപ്പോ നബിയേ മുഖം ചുളിച്ചില്ലേ നബിയേ, അങ്ങ് മുഖം ചുളിച്ചില്ലേ? ശരിയായില്ല നബിയേ, ശരിയായില്ല നബിയേ. ആ പാവപ്പെട്ട സ്വഹാബിയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു വഴക്കു പറയുകയാണ്. ശരിയായില്ല നബിയേ, ശരിയായില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ വഴക്കു പറയുകയാ. നബി തങ്ങളെ വഴക്കു പറഞ്ഞടോ. അല്ലാഹുവിന്റെ പ്രവാചകനോടുകയാണ്, നബി തങ്ങളോടുകയാണ്. സഹാബ, ഉമ്മു മക്തൂം എവിടെ? സഹാബ എവിടെ? ഉമ്മു മക്തൂം എവിടെ? കണ്ണ് കാണാത്ത ഉമ്മു മക്തൂം ലബ്ബൈക യാ റസൂലല്ലാഹ് പള്ളിയുടെ മൂലയിലിരുന്ന് കൊണ്ടവിടെന്ന് പറയുന്നു, ഞാനിവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോടുകയാണ്. കണ്ണ് കാണാത്ത ഉമ്മു മക്തൂം എന്ന് പറയുന്ന സ്വഹാബിയുടെ ചാരത്ത് നിന്നിട്ട് നിബിതങ്ങളുടെ ഷാളെടുത്ത് തറയിൽ വിരിക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ ചുമലിൽ കിടന്ന ഷാളുണ്ടല്ലോ, ആ ഷാളെടുത്ത് താഴെ വിരിച്ചിട്ട് അള്ളാന്റെ റസൂല് പറയുന്നു, ഇരിക്കും മക്തൂ, ഇരിക്കും മക്തൂ. അള്ളാനെ കൊണ്ടെന്നെ വഴക്ക് പറയിപ്പിച്ചല്ലോ ഉമ്മ മക്തൂ. അള്ളാന്റെ റസൂല് പറയുകയാണ്, അള്ളാനെ കൊണ്ടെന്നെ വഴക്ക് പറയിപ്പിച്ചല്ലോ. നബി തങ്ങൾ അവിടെ നിന്ന് പറയുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് ഉമ്മ മക്തൂം എന്ന് പറയുന്ന സഹാബിയെ കാണുമ്പോ അവിടെ നിന്ന് ചോദിക്കും, എന്തെങ്കിലും നിനക്ക് ആവശ്യമുണ്ടോ? എന്തെങ്കിലും നിനക്ക് ആവശ്യമുണ്ടോ? പ്രവാചകൻ ആ സ്വഹാബിയോട് അങ്ങോട്ട് ചോദിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ചരിത്രം പറഞ്ഞു തരുന്ന വലിയ ഒരു പാഠമുണ്ടോ. കണ്ണ് കാണാത്തവരുണ്ടല്ലോ, ചെവി കേൾക്കാത്തവരുണ്ടല്ലോ, കാലിന് സ്വാധീനമില്ലാത്തവരുണ്ടല്ലോ. പടച്ചവനെ, അവരെ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം സഹോദരാ, പേടിക്കണം സഹോദരാ, പരിഗണിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. അവരെ നിങ്ങൾ പരിഗണിക്കണമടോ. കണ്ണ് കാണാത്തവരെ കണ്ടാ, കണ്ണ് കാണാത്തവരെ കണ്ടാ കൈപിടിച്ച് നടത്തണേ ചെറുപ്പക്കാരാ. കണ്ണിന് കാഴ്ച കുറയുന്നവരെ, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരെ, നിങ്ങൾക്ക് നിന്റെ മഹത്വം അറിയാനിട്ടാ. നിങ്ങളാരെന്നറിയോ? നിങ്ങളാരെന്നറിയോ? ഈ ചെറുപ്പക്കാരാ, കണ്ണ് കാണാത്ത ഒരു മനുഷ്യനെ കണ്ട ആ മനുഷ്യന്റെ കൈ പിടിച്ച് നടത്തണേ. ഫോട്ടോ എടുക്കാനല്ല, റീലെടുക്കാൻ
അറിയിക്കാനല്ല, നീ കാരുണ്യ പ്രവർത്തകനാണെന്ന് അറിയിക്കാനല്ല, അല്ലാഹുവിന്റെ വജ്ഹ് കരുതിയിട്ട് ഒരു കണ്ണ് കാണാത്ത മനുഷ്യനെ നടത്തിയ ഞാൻ എവിടെ വെച്ച് കണ്ടാലും പിടിക്കുമടോ. കണ്ണ് കാണാത്ത ആരെയെങ്കിലും കണ്ട ഒരു 10 ചുവട്ടിടിയെങ്കിലും ഞാൻ അവരുടെ കൈപിടിച്ച് നടത്തുമടോ. എന്തുകൊണ്ടെന്നറിയുമോ? ആ 10 ചുവട്ടടി നീ സ്വർഗത്തിലേക്ക് അടുത്തു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഒരു കണ്ണ് കാണാത്ത ഒരാളെ എത്ര ദൂരമാണോ നമ്മൾ കൈപിടിച്ച് നടത്തുന്നത്, അത്രയും ദൂരം നമ്മൾ സ്വർഗത്തിലേക്ക് അടുത്തു. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എടോ, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയവർക്ക് വലിയ സങ്കടമാണ്. സത്യത്തിൽ നിങ്ങൾ ആരാ? നിങ്ങൾക്കുള്ള പ്രതിഫലം എന്താ? ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ച അള്ളാഹു തിരിച്ചെടുത്താൽ അതിന് പകരം ഒറ്റ പ്രതിഫലമേ ഉള്ളൂ. ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ച അള്ളാഹു തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പകരം സ്വർഗമാണ് പ്രതിഫലമെന്ന് നബിയനാ റസൂലുള്ളാഹി. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ നീ ഉറപ്പിച്ചോ, നീ സ്വർഗത്തിൻ്റെ അവകാശിയാ. പക്ഷെ അത് വലിയ വേദനയാണ്, വലിയ പ്രയാസമാണ്. കാണാതെ വരുമ്പോൾ അള്ളാഹു അലം പടച്ചോ വലിയ പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ബലഹീനരുടെ ദുആ നമ്മൾ എപ്പോഴും പേടിക്കണം. അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, നമ്മളെപ്പോഴും അവർക്ക് വലിയ പരിഗണന ഒന്നും നമ്മൾ കൊടുക്കാറില്ലടോ. നമ്മളൊരു പെട്രോൾ പമ്പിൽ പോയാൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ബാത്റൂമും സൗകര്യവും ആ പമ്പിലുണ്ട്. ഇനി നമ്മൾ ഗൾഫിൽ, ഞാൻ ഇന്നലെ രാത്രിയും ഞാൻ വണ്ടി ഒതുക്കാൻ നേരത്ത് റഷാദൊക്കെ എന്നോട് പറഞ്ഞു, അവിടെ വണ്ടി ഇട്ടാൽ ഫൈനാ ഉസ്താദേ, കാരണം അത് ഇന്ന ആൾക്കാർക്കുള്ള സ്ഥലമാണ്. അവരുടെ വണ്ടി പോലും ഒതുക്കുവാനുള്ള സ്ഥലങ്ങൾ പോലും പ്രത്യേക സൗകര്യം പോലും പല രാജ്യങ്ങളിലുമുണ്ട്. പക്ഷെ നമ്മുടെ പള്ളികളിൽ ഇങ്ങനെ കാലും കയ്യും ഇല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ പള്ളിയിൽ വന്നാൽ അയാൾക്ക് ബാത്റൂമിൽ പോകാനൊരു സൗകര്യം ഏതെങ്കിലും പള്ളിയിലുണ്ടോ? ഏതെങ്കിലും ഒരു പള്ളിയിൽ, ഞാൻ സ്വന്തം ജോലി ചെയ്യുന്ന പള്ളിയിൽ പോലും ഇല്ലടോ. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, അവർക്ക് വേണ്ടി അതെങ്ങനാ പൂട്ടി താക്കോല് സെക്രട്ടറി പ്രസിഡന്റും വീട്ടിൽ കൊണ്ടുപോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നരച്ചിക്ക പള്ളിയുടെ ബാത്റൂം വരെ പൂട്ടിയിട്ട് ഇല്ല പോ, അതവസ്ഥ. വഖഫ് ചെയ്യുമ്പോൾ പറയുന്നത് ഇത് ലോക മുസ്ലിമിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു എന്നാണ്. വഖഫ് ചെയ്യുമ്പോഴൊക്കെ വല്ലാത്ത പറച്ചല. പക്ഷെ നമ്മളൊക്കെ അനുഭവിക്കുന്നവരാടോ. നമ്മളൊക്കെ യാത്രയിൽ പോകുമ്പോൾ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ഫോൺ നമ്പർ വിളിക്കണം, അല്ലെങ്കിൽ മതിലിൻ്റെ മുകളിലൊക്കെ കൈവച്ച് തപ്പി നോക്കണം, അല്ലെങ്കിൽ മുഅദ്ദിനോട് ചോദിക്കണം. കാരണം പൂട്ടിക്കൊണ്ടു പോകും, എൻ്റെ തറവാട് സ്വത്തല്ലേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ഈ പ്രസിഡന്റ് വല്ലയിടത്തും പോകണം. പ്രസിഡന്റും സെക്രട്ടറിയും ഈ പള്ളി കമ്മിറ്റിക്കാരന്മാരൊക്കെ എവിടെങ്കിലും പോകുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. എവിടെയെങ്കിലും പോകുമ്പോൾ പൂട്ടിക്കൊണ്ട് പോകണം, അപ്പം അറിയാം എൻ്റെ മനസ്സ്. ഇവിടെ പോലും അതൊക്കെ എന്തിനാ ഇങ്ങനെ കാണിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ ഭവനമല്ലേ. യാത്രക്കാരൻ്റെ ദുആയ്ക്ക് വരെ ഇജാബത്തുണ്ടെന്ന്. പള്ളിയൊക്കെ പൂട്ടിക്കൊണ്ട് പോകല്ലേ ഉസ്താദ്? അല്ലേ, പൂട്ടിക്കൊണ്ട് മുഅദ്ദിൻ്റെ നേരെ ചാട്, എന്തിനാ തുറന്നിട്ടിരിക്കണേന്ന്. അങ്ങനെയൊന്നും ചെയ്യരുത്. യാത്രക്കാരെയൊക്കെ നമ്മൾ പരിഗണിക്കണം. ഏത് പള്ളിയിലെ സഹോദരൻ ഇങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി ഒരു സൗകര്യമുള്ളത്? നിങ്ങൾ നോക്കിക്കേ, ഇവർക്കൊന്ന് നിസ്കരിക്കാൻ പള്ളി കയറണമെങ്കിൽ നിരങ്ങി കയറണം. സൗകര്യമുണ്ടോ? പള്ളിയുടെ സൈഡിൽ റൂമിൻ്റെ അകത്ത് വീൽചെയർ കൂട്ടിയിട്ടിരിക്കുക. എന്തിന്? നാട്ടുകാർക്ക് കൊടുക്കാൻ, നാട്ടിലെ രോഗികൾക്ക് കൊടുക്കാൻ വീൽചെയർ കൂട്ടിയിട്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളൊരു പാവപ്പെട്ട മനുഷ്യൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കാനൊരു വീൽചെയർ പള്ളിക്കകത്തുണ്ടോ? ഓ, അത് ലക്ഷങ്ങളുടെ കാർപ്പറ്റല്ലേ, അതിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ ഇല്ലേ. കസേരയുണ്ട്, മരിച്ച വീട്ടിൽ പോലും അത്രയും കസേര ഇല്ലടോ, പള്ളിക്കകത്തുണ്ട്. മരിച്ച വീട്ടിൽ പോലും ഇത്രയും കസേരയില്ല. ഈ കസേര വാങ്ങി ഇടുന്നവന് അള്ളാഹു നാളെ എന്ത് ശിക്ഷയാണ് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളിയിലോട്ട് നടന്നാ വരുന്നത്. വാപ്പയ്ക്ക് സ്റ്റെപ്പ് കയറാൻ കുഴപ്പമില്ല, കുനിയാൻ കുഴപ്പമില്ല. വാപ്പ പള്ളിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ഒരൊറ്റ ഇരുപ്പ. റഹ്മാനായ അള്ളാഹ് 1000 നോട്ട് നിരത്തിയിട്ട് നോക്കണം വാപ്പ കുനിയോ ഇല്ലയോ എന്ന് അപ്പം അറിയാം. ഈ കസേരയിൽ ഇരിക്കുന്ന ഒരു പാമ്പ് വല്ലതും കയറിയാൽ മതിയായിരുന്നു ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം അറിയാം അല്ലാഹ് ഇമാമിൻ്റെ തലയിൽ കൂടെ വേണമെങ്കിലും ചാടും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, അള്ളാഹുടെ മുമ്പിലൊന്ന് നീ എത്ര വേണമെങ്കിലും കിതാബ് നോക്കിക്കോ, സുജൂദെന്ന് പറഞ്ഞാൽ അത് താഴെ ഭൂമിയിൽ തന്നെ ചെയ്യണം സഹോദര. എടോ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം. അങ്ങനെയല്ലേ? ആണോ അല്ലേ? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ എന്ത് ചെയ്യണം? ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്നെന്ന് പറഞ്ഞാൽ കസേരയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു മനുഷ്യൻ താഴെ ഇരുന്ന് നിസ്കരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്നെന്ന് പറഞ്ഞാൽ തറയിലിരിക്കണം. അതിന് പറ്റാത്തവൻ വേണം കസേര കയറാൻ. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പള്ളിയിൽ ഒരാളും തറയിലിരുന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാ നമ്മുടെ അവസ്ഥ. മടിയന്മാരാവുക, അലസത. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.